ഏറ്റവും ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നാണ് ഞങ്ങളുടെ അവസാന റൗണ്ട് പിന്നെ ഇന്ത്യ മുന്നണിക്ക് കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ അവസാന റൗണ്ട് കണക്കൂട്ടൽ. ഇനിയിപ്പോൾ എന്തായാലും മണിക്കൂറുകൾ മാത്രമാണല്ലോ ബാക്കി. അപ്പം 4-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് പ്രതികരിക്കാം. അതല്ല, ഒരിക്കലും തോന്നുന്നില്ല. കേരളത്തിൽ BJPക്ക് 3 സീറ്റ് വരെയൊക്കെ പ്രവചിക്കുന്ന അതാണ് അവരുടെ ഒരു പാറ്റേൺ എങ്കിൽ ആ പാറ്റേൺ തന്നെയാവും രാജ്യമെമ്പാടും സ്വീകരിച്ചിട്ടുണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അതങ്ങനെ അത്ര ഒരു ഫിറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ യഥാർത്ഥ ജനവിധിയെ കാത്തിരിക്കുന്നു. അത് വ്യത്യസ്തമായിട്ടൊരു ചിത്രമായിരിക്കും രാജ്യത്ത് നൽകുക എന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ UDF തരംഗമെന്നാണ് പറയുന്നത്, പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് കുറവെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. ചില സർവേകളിൽ CPM സീറ്റേ പറയുന്നില്ല, പക്ഷേ BJPക്ക് സീറ്റ് ഉണ്ട് എന്ന് പറയുന്നു. അല്ല, ഇനിയിപ്പം അതിൽ അവസാനം പറഞ്ഞ ഘടകത്തോടൊന്നും യോജിപ്പില്ല. ഇപ്പം 1 മുതൽ 3 വരെയുള്ള സീറ്റ് BJPക്ക് എന്ന് പറയുന്നതിൻ്റെതൊക്കെ ഒരു ബേസ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മികച്ച വിജയം ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 20 സീറ്റിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്താണെങ്കിലും ഇനിയിപ്പം മണിക്കൂറുകൾ മാത്രമാണല്ലോ ബാക്കിയുള്ളത്. അപ്പം അത് കഴിയുമ്പോൾ ഔദ്യോഗികമായിട്ട് വരും. അപ്പം നമുക്ക് പറയാം. അതെ 20-ൽ 20 കിട്ടാവുന്ന സാഹചര്യമാണുള്ളത്. അതിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ആയല്ലോ. ഇപ്പോൾ വേവോളം നമ്മൾ കാത്തു, ഇനി 6ഓളം കൂടെ കാക്കുക. കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം വടകരയിൽ ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉറപ്പായിട്ടും അത് അങ്ങനെ ആഗ്രഹിക്കുക തന്നെയാണ്. എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുക തന്നെയാണ് വേണ്ടത്. ഇലക്ഷൻ്റെ പേരിൽ വിഭാഗീയതയും പിന്നെ സംഘർഷങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്നവരല്ല വടകരയിലെ ജനങ്ങളും ഞങ്ങളാരും. വടകരയിൽ സമാധാനപൂർണ്ണമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യങ്ങൾക്കും അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ മുന്നോട്ട് വെച്ച പല പരാതികളും പോലീസ് തീർപ്പ് കൽപ്പിക്കാഞ്ഞിട്ട് പോലും പോലീസിൻ്റെ അത്തരം ഇനീഷ്യേറ്റീവ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് ഞങ്ങൾ സഹകരിക്കുന്നത് നാടിൻ്റെ സമാധാനത്തെ ഓർത്തിട്ടാണ്. അപ്പോൾ ആ സമാധാനത്തെ കെടുത്താനുള്ള ഏറ്റവും ഹീനമായ മാർഗം ചില വ്യാജ സൃഷ്ടികളാണ്. ആ വ്യാജ സൃഷ്ടികളുടെയും നിർമ്മിതികളുടെയും പിന്നിൽ ആരാണെന്ന് പോലും അന്വേഷിച്ചാൽ എളുപ്പത്തിൽ കണ്ടെത്താവുന്ന പോലീസിൻ്റെ മെല്ലെപ്പോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടും സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം എന്ന നിലക്കാണ് UDFും RMP ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ അതിനോടൊക്കെ സഹകരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഞങ്ങളത് ആഗ്രഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പ്രൊവോക്കേറ്റീവായിട്ടൊന്നും അക്കാര്യത്തിൽ കേരളത്തിൽ UDF 20-ൽ 20 സീറ്റും നേടി മികച്ച വിജയമുണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് ഷാഫി പറമ്പിൽ പ്രകടിപ്പിക്കുന്നത്. യഥാർത്ഥ ജനവിധിക്കായുള്ള കാത്തിരിപ്പിലാണ്. ഒപ്പം BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ളതിനെ ഷാഫി പറമ്പിൽ തള്ളുന്നു.